ഹായ് ഫ്രണ്ട്സ്, ടോൺ വീലിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്കേവർക്കും സ്വാഗതം. ഇന്നലെ വാരാണസിയിൽ നിന്ന് ഇന്ന് രാവിലെ പ്രയാഗ്രാജിലേക്കാണ് പുറപ്പെട്ടത്. വാരാണസിയിൽ നിന്ന് പ്രയാഗ്രാജിലേക്ക് 120 കിലോമീറ്റർ ഉണ്ട്. ഒരു ഉൾനാടൻ ഉപദ്വീപിൽ സ്ഥിതി ചെയ്യുന്ന ഒരു നഗരമാണ് പ്രയാഗ്രാജ്. 3 വശവും ഗംഗ, യമുന നദികളാൽ ചുറ്റപ്പെട്ട സ്ഥലം കൂടിയാണിത്. പുണ്യനദികളുടെ സംഗമസ്ഥാനവും പ്രയാഗ്രാജാണെന്ന് കണക്കാക്കപ്പെടുന്നു. ത്രിവേണി സംഗമം എന്ന് ഇതിന് പേര് പറയുന്നു. പ്രയാഗ്രാജിൻ്റെ മുൻപുള്ള പേര് അലഹാബാദ് എന്നാണ് അറിയപ്പെട്ടിരുന്നത്. ഉത്തർപ്രദേശിലെ ഒരു ചരിത്ര പ്രാധാന്യം കൂടിയുള്ള ഒരു നഗരം കൂടിയാണിത്. ഇന്ത്യയുടെ സാംസ്കാരിക, മത, രാഷ്ട്രീയ ചരിത്രത്തിൽ ഏറെ പ്രാധാന്യമുള്ള ഒരു പ്രദേശം കൂടിയാണിവിടം. പ്രയാഗ്രാജ് ഹിന്ദുമതത്തിലെ ദൈവങ്ങളും പുരാണങ്ങളും ഉൾപ്പെടെ പുരാതന ഗ്രന്ഥങ്ങളിൽ പരാമർശിച്ചിട്ടുള്ള ഒന്നാണ്. പ്രയാഗ എന്നത് യാഗങ്ങളുടെ സ്ഥലം എന്നർത്ഥം വരുന്ന ഒരു പദമാണ്. ഗംഗ, യമുന, സരസ്വതി നദികളുടെ സംഗമസ്ഥാനമായിരിക്കുന്നതുകൊണ്ട് മതപരമായും തീർത്ഥാടന കേന്ദ്രവുമായും പ്രാധാന്യമുള്ളതാണ് ത്രിവേണി സംഗമം. ഈ കാണുന്ന നമ്മളിപ്പോൾ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്ന പാലം ഗംഗ നദിയുടെ മുകളിലൂടെയാണ്. 2 കിലോമീറ്ററിൽ കൂടുതൽ ദൂരമുള്ള ഒരു പാലമാണ്. ഇവിടെ നിന്നാണ് നമ്മൾ സംഗമ സ്ഥലത്തേക്ക് പോകുന്നത്. ഇവിടെയെല്ലാം എഴുതി വച്ചേക്കുന്നതും സൈൻ ബോർഡിലെല്ലാം സംഗമം എന്നാണ്. ഹിന്ദുമതത്തിലെ പുരാണങ്ങൾ പ്രകാരം സൃഷ്ടികർത്താവായ ബ്രഹ്മൻ സൃഷ്ടിക്കു ശേഷം ആദ്യമായി യാഗം ചെയ്ത സ്ഥലമായി ഈ സ്ഥലം അറിയപ്പെടുന്നു. രാമായണത്തിലും മഹാഭാരതത്തിലും പ്രയാഗ പരാമർശിച്ചിട്ടുണ്ടെന്നും ശ്രീരാമൻ വനവാസക്കാലത്ത് ഈ നഗരത്തിൽ സന്ദർശിച്ചിട്ടുണ്ടെന്നും വിശ്വസിക്കപ്പെടുന്നു. ഇവിടെ ഗുപ്തന്മാർ, മൗര്യന്മാർ, അതുപോലെ തന്നെ ഡൽഹി സുൽത്താനേറ്റുകൾ തുടങ്ങിയ സാമ്രാജ്യങ്ങൾ ഇവിടെ ഈ നഗരം ഭരിച്ചിരുന്നു. 16-ാം നൂറ്റാണ്ടിൽ മുഗൾ ചക്രവർത്തി അക്ബർ ഈ നഗരത്തിന് ഇലഹാബാദ് എന്ന് പേര് നൽകിയെന്നും പറയുന്നു. അതുപോലെ തന്നെ ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമരകാലത്ത് അലഹാബാദ് പ്രധാന കേന്ദ്രമായി മഹാത്മാഗാന്ധി, ജവഹർലാൽ നെഹ്റു, മോത്തിലാൽ നെഹ്റു തുടങ്ങി നിരവധി നേതാക്കൾ ഈ നഗരവുമായി അടുത്ത ബന്ധമുണ്ടായിരുന്നു. നെഹ്റു കുടുംബം ഇവിടെയാണ് താമസിച്ചിരുന്നത് എന്നും പറയുന്നു. ആയിരത്തി 1947 ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയതിന് ശേഷം അലഹാബാദ് ഇന്ത്യയുടെ ദേശീയ രാഷ്ട്രീയത്തിൽ സുപ്രധാന പങ്കുവഹിച്ചിട്ടുള്ളതാണ്. 2018 നഗരത്തിൻ്റെ പഴയ പേര് മാറ്റി പ്രയാഗ് രാജ് എന്നാക്കി മാറ്റിയത്. ഈ പ്രയാഗ് രാജ് കുംഭമേളകൾക്ക് വളരെ പ്രശസ്തമുള്ള ഒരു സ്ഥലമാണ്. ഇത് ലോകത്തിലെ ഏറ്റവും വലിയ മതപരമായ ഒരു ആഘോഷമാണ്. 12 വർഷത്തിലൊരിക്കൽ നടക്കുന്ന ഈ മേളയ്ക്കായി കോടിക്കണക്കിന് തീർത്ഥാടകർ എത്തുന്നു. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഗംഗയും യമുനയും സരസ്വതിയും ഇവിടെ ഒന്നിക്കുന്നു ഈ ത്രിവേണി സംഗമത്തിൽ. അതിൽ ഗംഗയും യമുനയും നമുക്കിവിടെ നേരിട്ട് കാണാം. സരസ്വതി ഹിമാലയൻ സാനുക്കളിൽ നിന്ന് ഉത്ഭവിക്കുന്നിടത്ത് തന്നെ ഭൂമിക്കടിയിലൂടെ ഒഴുകുന്നു എന്നാണ് വിശ്വസിക്കുന്നത്. ഇവിടെ വരുമ്പോൾ ഇത് ഒരുമിക്കുന്നു എന്നും പറയപ്പെടുന്നു. ഹിന്ദു തീർത്ഥാടനമായ കുംഭമേള നടക്കുന്ന 4 സ്ഥലങ്ങളിൽ പ്രധാനപ്പെട്ടതാണ് ഇവിടം. 1 പ്രയാഗ്രാജ്, 2 ഹരിദ്വാർ, 3 ഉജ്ജയിൻ, 4 നാസിക്കിലെ ത്രയംബകേശ്വർ എന്നിവയാണ്. 2019 നടന്ന കുംഭമേള അർദ്ധ കുംഭമേളയായും 2013 മഹാകുംഭമേളയായും കണക്കാക്കപ്പെടുന്നു. എല്ലാ 12 വർഷം കൂടുമ്പോഴും പൂർണ്ണ കുംഭമേള നടക്കുന്നു. അതേ സ്ഥലത്ത് തന്നെ 6 വർഷത്തിൽ നടക്കുന്ന കുംഭമേളയാണ് അർദ്ധ കുംഭമേള എന്ന് പറയുന്നത്. 2013 കുംഭമേള ലോകത്തിലെ ഏറ്റവും വലിയ മതപരമായ സമ്മേളനമായിരുന്നു എന്ന് പറയുന്നു. അതിൽ 120 ദശലക്ഷം പേർ പങ്കെടുത്തു. അടുത്ത സമ്പൂർണ്ണ കുംഭമേള 2025
അതായത് അടുത്ത കൊല്ലം എനിക്കും അതിൽ പങ്കെടുക്കണമെന്നാണ് ആഗ്രഹിക്കുന്നത്. സാധിക്കുമെങ്കിൽ ഞാൻ അതിൽ പങ്കെടുക്കും. 2013 മഹാകുംഭമേളയിൽ ഇത് കാണാനും ഇത് ഷൂട്ട് ചെയ്യാനും വേണ്ടി സ്റ്റീവൻ സ്പിൽബർഗ്, ഹോളിവുഡിലെ സംവിധായകൻ, ജുറാസിക് പാർക്ക് സിനിമയുടെ സംവിധായകനും കൂടിയായിരുന്നു. ഇപ്പോൾ നമ്മൾ ഈ പോയിക്കൊണ്ടിരിക്കുന്നത് കുംഭമേള നടക്കുന്ന സ്ഥലത്തേക്കാണ്. ഇവിടേക്ക് ഈ ഗംഗ കയറി കിടക്കുന്ന, വർഷക്കാലത്തൊക്കെ കയറി കിടക്കുന്ന ഈ പ്രതലത്തിലൂടെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇവിടെയൊന്നും ടാറിങ് ഇല്ല. ഇന്നലെ പെയ്ത മഴയും ഇന്ന് പെയ്ത രാവിലത്തെ മഴയിലെല്ലാം ആകെ റോഡൊക്കെ സ്ലിപ്പറി ആയി കിടക്കുന്നത്. അതിലെയാണ് ഈ സംഗമ സ്ഥലത്തേക്ക് ഞാൻ പോയിക്കൊണ്ട് ഒരു വാർഷിക മേള പുരാതന കാലം മുതലേ പ്രയാഗ ത്രിവേണി സംഗമത്തിൽ നടന്നിരുന്നു. ഹിന്ദു പുരാണങ്ങളിൽ ഒരു കുംഭത്തിൽ വിഷ്ണു ഭഗവാൻ അമൃത് കൊണ്ടുപോകുമ്പോൾ അമൃത് തുള്ളികൾ 4 ഉപേക്ഷിച്ചു എന്നും ഈ 4 കുംഭമേളകൾ നടക്കുന്നതെന്നും പറയപ്പെടുന്നു. 8-ാം നൂറ്റാണ്ടിൽ ശങ്കരാചാര്യർ പ്രയാഗരാജിൽ കുംഭമേള ആരംഭിച്ചു എന്നും വാദിക്കുന്ന അകാരകളുണ്ട്. പ്രയാഗരാജിൽ പോകുന്ന വഴി ഇപ്പോൾ നമ്മൾ കാണുന്ന പോലെ ആകെ ചെളിയാണ്. അതിലൂടെ വണ്ടി ഓടിക്കാൻ സാധിക്കുന്നില്ല. അതുകൊണ്ട് ഇവിടുത്തെ സർക്കാർ സംവിധാനങ്ങൾ പലകകളും ഇരുമ്പ് ഷീറ്റുകളും മറ്റും നിരത്തി അതിന്മേലെ കൂടെയാണ് യാത്ര. ഈ കാണുന്നതാണ് ഈ പ്രതലം. വഴിയെല്ലാം തന്നെ നാശമായി കിടക്കുകയാണ്. നമ്മളങ്ങനെ സംഗമ സ്ഥലത്തേക്ക് എത്തിയിരിക്കുന്നു. ഒത്തിരി തീർത്ഥാടകരൊക്കെ എത്തിയിട്ടുണ്ട്. ഇവിടെ ഒത്തിരി ചെറിയ ചെറിയ തട്ടുകടകളൊക്കെ കെട്ടി അതിൽ ബിസിനസ് നടത്തുന്നവരുമുണ്ട്. ഈ സംഗമ സ്ഥലത്തുനിന്ന് നോക്കിയാൽ തന്നെ നമുക്ക് ഒരു കോട്ട കാണാം. ആ കോട്ട അക്ബർ ചക്രവർത്തി നിർമ്മിച്ചതാണ്. അതിൻ്റെ അടുത്തേക്ക് നമുക്ക് കുറച്ച് കഴിഞ്ഞ് പോകാം. ഇവിടെയെല്ലാം തന്നെ ഇന്ന് തിരക്ക് കുറവാണ്. ഇവിടെയാണ് കോടിക്കണക്കിന് ജനങ്ങൾ പങ്കെടുക്കുന്ന സംഗമസ്ഥാനം. ഇതിൻ്റെ ഉള്ളിലൂടെയെല്ലാം വണ്ടി ഓടിച്ച് അതിനറ്റത്തേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. സംഗമസ്ഥാനത്തിൻ്റെ അടുത്തുവരെ വണ്ടി എത്തുമെന്നുള്ളത് വളരെയധികം ഗുണം ചെയ്യുന്നു. അല്ലെങ്കിൽ കിലോമീറ്ററുകളോളം നമ്മൾ ഈ പാതയിൽ കൂടെ തന്നെ നടന്നെത്തേണ്ടി വരും. ഇവിടെ വരുന്ന ഭക്തർക്ക് റെസ്റ്റ് ചെയ്യുന്നതിനും അവരുടെ ലഗേജ് സൂക്ഷിക്കുന്നതിനും മറ്റും ഇവിടെ ടെൻറ്റുകളെല്ലാം അടിച്ചിട്ടുണ്ട്. നമ്മൾ സംഗമസ്ഥാനത്തിൻ്റെ അടുത്ത് തന്നെ എത്തിയിരിക്കുന്നു. ഇവിടെ ഒത്തിരി ഭക്തജനങ്ങളെല്ലാം കുളിച്ച് കയറുന്നത് കാണാം. വണ്ടി അവിടെ ഒതുക്കി ഈ ചിത്രങ്ങളെല്ലാം ഒന്ന് വീഡിയോയിൽ എനിക്കൊന്ന് പകർത്തണം. പക്ഷേ ഇവിടെ വനിതകളും കുളിച്ച് കയറുന്നത് കാരണം അങ്ങനെ ഒരു വീഡിയോ പിടുത്തം ഇവിടെ നടത്തിയാൽ തല്ലുകൊള്ളും എന്നുള്ളതുകൊണ്ട് അധികം നടത്താതെ ചെറുതായി ഒന്ന് ഓടിച്ചാണ്
ഇവിടെ പിടിക്കുന്നത്. ഈ കാണുന്നത് ഇവിടെ ഇറങ്ങുന്ന ഭാഗം യമുനയും അപ്പുറത്ത് വീതിയിൽ കിടക്കുന്ന ആ ഒഴുകുന്ന ഭാഗം ഗംഗയുമാണ്. വെള്ളം കുറവായത് കാരണം ഒത്തിരി ഭക്തജനങ്ങൾ അങ്ങ് അറ്റം വരെ ഇറങ്ങി കുളിക്കുന്നുണ്ട്. അപകടകരമായ രീതിയിലെല്ലാം അവർ അങ്ങോട്ടേക്ക് ഇറങ്ങാൻ പാടില്ലാത്ത സ്ഥലങ്ങളിലെല്ലാം അവർ ഈ ഫൈബറിൻ്റെ ഒരു അതിർത്തി തിരിച്ച് അതിലാണ് ഇറങ്ങാൻ പാടുള്ളൂ. ഇതാണ് അങ്ങകലെ നമ്മൾ ഇങ്ങോട്ട് വന്ന ആ പാലമാണ് ദൃശ്യമായത്. ഇതാണ് ഗംഗ, ആ വലിയ വീതിയേറി പോകുന്നത്. ഇപ്പുറത്ത് വരുന്നത് യമുനയും. ഈ തിരക്കിലൂടെയെല്ലാം ഞാൻ ഈ ദൃശ്യങ്ങളെല്ലാം പകർത്തി ഇതിലെ നടക്കുകയാണ്. അപ്പോൾ എന്നെ ഒരാൾ പരിചയപ്പെട്ടു. ആൾ കൊച്ചിയിൽ എയർപോർട്ടിൽ 12 കൊല്ലം ജോലി ചെയ്തിട്ടുള്ളതാണ്. എൻ്റെ കേരള രജിസ്ട്രേഷൻ വണ്ടി കണ്ടപ്പോൾ ആൾ എന്നോട് സംസാരിച്ചതാണ്. അവരും ഫ്രണ്ട്സുമാണ് ഇവിടെ എത്തിയിരിക്കുന്നത്. എൻ്റെ വണ്ടി ഇവിടെ ദയിരിക്കുന്നു. എന്നെ ഇന്ത്യ മുഴുവൻ കാണിച്ചുകൊണ്ടിരിക്കുന്ന എൻ്റെ പ്രിയപ്പെട്ട റോയൽ എൻഫീൽഡിൻ്റെ മിറ്റിയോർ ബുള്ളറ്റ്. അവിടെയെല്ലാം തന്നെ ഒന്ന് ചുറ്റിക്കറങ്ങി, കൂടുതലും അവിടെ എൻ്റെ സംസാരമൊന്നും കൊടുക്കാതെ അവരുടെ നാട്ടിലെ ആ സ്ലാങ്ങൊക്കെ കേട്ട് ഹിന്ദിയും അതുപോലെ തന്നെ ഭോജ്പൂരിയും ഒക്കെ കലർന്ന ആ ഹിന്ദിയെല്ലാം കേട്ട് അതിലെല്ലാം നടന്ന് ഞാൻ വീണ്ടും വണ്ടിയെടുത്ത് യാത്രയായി. ഞാൻ നേരത്തെ പറഞ്ഞ ആ കോട്ടയുടെ താഴത്തേക്കാണ് ഇത് പോയിക്കൊണ്ടിരിക്കുന്നത്. മുഗൾ ചക്രവർത്തിയായ അക്ബർ 1583 പ്രയാഗ്രാജിൽ നിർമ്മിച്ചതാണ് ഈ കോട്ട. യമുനയുടെ തീരത്ത് ഗംഗയുമായി സംഗമിക്കുന്ന സ്ഥലത്തിനടുത്താണ് ഈ കോട്ട നിൽക്കുന്നത്. ദേശീയ പ്രാധാന്യമുള്ള ഒരു സ്മാരകമായി ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ ഇതിനെ കരുതുന്നു. ഇങ്ങനെ ഈ സൈഡിൽ കാണുന്ന ഈ ടെൻറ്റുകളിൽ ഇവിടെ വലിയ ലോറികളിലെല്ലാം, നാഷണൽ പെർമിറ്റ് ലോറികളിലെല്ലാം ഈ തീർത്ഥാടകരെത്തി അവിടെ അവർ 1-2 ദിവസം താമസിച്ച് ഭക്ഷണം കഴിച്ച് ടെൻറ്റുകളിൽ കിടന്ന് റെസ്റ്റ് എടുത്ത് ഒക്കെ പോകുന്ന ഒത്തിരി തീർത്ഥാടകരെ പല സ്ഥലങ്ങളിലും ഞാൻ ഇതുപോലെ കണ്ടിട്ടുണ്ട്. അതിലുള്ളവരുമുണ്ട്. ഇവിടെ തന്നെ ചെറിയ ഭിക്ഷാടനമായി കഴിയുന്നവരും ഇങ്ങനെ ചെയ്ത് ടെൻ്റടിച്ച് കിടക്കുന്നവരുണ്ട്. അങ്ങ് അകലെയാണ് ഈ കോട്ട കാണുന്നത്. നമുക്ക് ദൃശ്യങ്ങളിൽ വ്യക്തമായി കാണാം ആ കോട്ടയുടെ അടുത്തേക്ക് പോകാം. എനിക്ക് ഇവിടെ നിന്ന് അയോധ്യയിലേക്ക് പോകേണ്ട കാരണം കോട്ട 10 മണിക്ക് ശേഷം കോട്ടയ്ക്കകത്ത് പ്രവേശനമുള്ളതുകൊണ്ടും ഞാൻ കോട്ടയിലേക്ക് പോയില്ല. കോട്ടയിലെ പുറമേൽ നിന്നുള്ള ഈ ദൃശ്യങ്ങളും ഇവിടെ കച്ചവടം നടത്തുന്നവരുടെ ഈ തിരക്കും എല്ലാം കണ്ട് ഇവിടെ ഇതിലെ ഒന്ന് വണ്ടി ഓടിച്ച് എനിക്കിവിടെ നിന്ന് നേരെ പോകണം. ഇവിടെ ഇപ്പോൾ മഴയുണ്ട്. പ്രയാഗ്രാജിലെ ഇവിടെ കാണുന്ന ശിവൻ്റെ ആരാധനയുള്ള ഒരു ക്ഷേത്രമുണ്ട്. ഈ ക്ഷേത്രം ശങ്കരാചാര്യർ
യുടെ സ്മരണയ്ക്കായി നിർമ്മിച്ച ക്ഷേത്രമാണെന്നാണ് അറിയപ്പെടുന്നത്. ക്ഷേത്രത്തിന് അകത്തേക്ക് വണ്ടികൾക്ക് പ്രവേശനമില്ല. തിരിച്ച് വണ്ടി എവിടെയെങ്കിലും പാർക്ക് ചെയ്ത് അതൊന്ന് കാണണം എന്നുള്ള ഇതിലാണ്. ഇവിടെ ഏത് ക്ഷേത്രത്തിലായാലും പ്രത്യേകിച്ച് ക്യാമറ അനുവദിക്കുന്നില്ല. സെക്യൂരിറ്റി പ്രോബ്ലം ഉള്ള കാരണം അവരെല്ലാം തന്നെ ചെക്ക് ചെയ്ത് നമ്മുടെ മൊബൈൽ ഫോണും ക്യാമറയുമെല്ലാം അവിടെ മേടിച്ചു വയ്ക്കും. എന്നിരുന്നാലും ഇവിടെയെല്ലാം ഒന്ന് ചുറ്റിക്കറങ്ങുന്നതിന് വേണ്ടി തീരുമാനിച്ചിരിക്കുകയാണ്. ആ കോട്ടയുടെ അടുത്തെല്ലാം പോയി കോട്ട പണിതിരിക്കുന്ന ആ ഭാഗങ്ങളെല്ലാം തന്നെ വീക്ഷിച്ച് പോകണം. ഇവിടെ ഈ ബസ്സുകളിലെല്ലാം രാവിലെ തന്നെ കുറേ തീർത്ഥാടകർ എത്തിയിട്ടുണ്ട്. അതുപോലെ തന്നെ മഹാവിഷ്ണുവിനെയും ലക്ഷ്മി ദേവിക്കും സമർപ്പിച്ചിരിക്കുന്ന ഒരു ഹിന്ദു ക്ഷേത്രമാണ് ബെനി മാധവ് ക്ഷേത്രം. പ്രയാഗിലെ 12 മാധവ ക്ഷേത്രങ്ങളിൽ പ്രധാനമുള്ളതാണ്. ഈ കാണുന്നതാണ് ഈ കോട്ടയുടെ മതിൽക്കെട്ടുകൾ. അതുപോലെ തന്നെ മംഘമേശ്വർ മന്ദിരമുണ്ട്. യമുന നദിയുടെ തീരത്താണ് മംഘമേശ്വര ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. സരസ്വതി ഘട്ടിനടുത്തായി സ്ഥിതി ചെയ്യുന്ന ഈ ക്ഷേത്രം ശിവനെ സമർപ്പിച്ചിരിക്കുന്ന ക്ഷേത്രമാണ്. നമ്മൾ അവിടെ കണ്ടിട്ടുള്ളതാണ്. അങ്ങനെ ഒത്തിരി ക്ഷേത്രങ്ങളാൽ പുണ്യമായിട്ടുള്ള ഒരു നഗരമാണ് വാരാണസിയും അതുപോലെ തന്നെ പ്രയാഗ്രാജും. ഈ കാഴ്ചകളെല്ലാം കണ്ട് അടുത്തതായി എനിക്ക് പോകേണ്ടത് നമ്മുടെ അയോധ്യ രാം മന്ദിർ ക്ഷേത്രം കാണുന്നതിന് വേണ്ടിയാണ്. ഇന്ന് വൈകിട്ട് അവിടെ എത്തി അത് കാണണം. ഇതെല്ലാം തന്നെ ഇവിടുത്തെ കോർപ്പറേഷൻ്റെ വാട്ടർ സപ്ലൈ ടാങ്കുകളാണ്. ഒരു സൈഡിൽ നമ്പർ എഴുതി 100 കണക്കിന് ടാങ്കുകളാണ് ഇവിടെ വഴിയരികിൽ കൂട്ടിയിട്ടിരിക്കുന്നത്. ഇത് ഇവിടെ കുംഭമേളയ്ക്കും അതുപോലെ തന്നെ ഉത്സവത്തിനുമെല്ലാം ഡ്രിങ്കിങ് വാട്ടർ സപ്ലൈ ചെയ്യുന്നതായിരിക്കാം. ഇപ്പോൾ ഇതൊക്കെ തുരുമ്പ് പിടിച്ച് പെയിൻ്റൊക്കെ പോയി ഇവിടെ കിടക്കുന്നുണ്ടെങ്കിലും ഇതെല്ലാം റിപ്പയർ ചെയ്ത് ഈ ജനങ്ങൾക്ക് വെള്ളം എത്തിക്കുന്നതിന് വേണ്ടിയുള്ള ടാങ്കറുകളുടെ ഒരു കംപ്ലീറ്റ് കൂട്ടിയിട്ടിരിക്കുന്ന വലിയൊരു ഗ്രൗണ്ടാണ്. 100 കണക്കിന് ടാങ്കറുകളുടെ ഈ ബോഡികളാണ് ഇവിടെ ഇട്ടിരിക്കുന്നത്. ഇതിലെല്ലാം തന്നെ നമ്പറും എഴുതി വച്ചിട്ടുണ്ട് ഓരോന്നിൻ്റെയും. ഇതിൻ്റെ നമ്പർ 21, അങ്ങനെ പലതുമുണ്ട്. പ്രയാഗ്രാജ് പനി. അങ്ങനെ ഞാൻ എൻ്റെ വണ്ടിയുടെ അടുത്ത് വന്ന് വീണ്ടും യാത്ര ആരംഭിക്കുകയാണ്. അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. എനിക്ക് നിങ്ങളെല്ലാവരും എന്നെ സബ്സ്ക്രൈബ് ചെയ്ത് എൻ്റെ വീഡിയോ പ്രൊമോഷൻ ചെയ്യണമെന്ന് നിങ്ങളോട് ഞാൻ ആവശ്യപ്പെടുന്നു.